പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന വീഡിയോ എങ്ങനെ നമുക്ക് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പഠിച്ച ഒരാൾക്ക് ഇപ്പോൾ അയാൾ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ആ യൂണിവേഴ്സിറ്റി, ഇന്ത്യയുടെ പുറത്തുള്ള ഏത് യൂണിവേഴ്സിറ്റിയാണോ ആ യൂണിവേഴ്സിറ്റിക്ക് തത്തുല്യമായിട്ടുള്ള നമ്മുടെ ഡിഗ്രി അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ അതിന് ഈക്വലൻ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച, പ്രത്യേകിച്ച് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എങ്ങനെ ഒരു ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് എടുക്കാം എന്നതിൻ്റെ ഒരു വീഡിയോയാണ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് www.mgu.ac.in. അപ്പോൾ ഇത് അടിച്ചു കഴിയുമ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഹോം പേജിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഈ ഹോം പേജിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് പറഞ്ഞാൽ ഓൺലൈൻ സർവീസസ് ഉണ്ട്. ആ ഓൺലൈൻ സർവീസസിലേക്ക് പോവുക. അപ്പോൾ ഓൺലൈൻ സർവീസസ് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഓൺലൈൻ സർവീസസിൻ്റെ അകത്ത് സർട്ടിഫിക്കറ്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും. സർട്ടിഫിക്കറ്റിൽ ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് അതിലാണ് വരുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. സർട്ടിഫിക്കറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊരു ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ സർട്ടിഫിക്കറ്റ്സ്, ഗ്രേഡ്, ഡിഗ്രി, സർട്ടിഫിക്കറ്റ്, ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ്, അതിൽ അപ്ലൈ നൗ എന്നുള്ള ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റിൻ്റെ അടിയിൽ അത് അപ്ലൈ നൗ കൊടുക്കുക. അപ്ലൈ നൗ കൊടുത്തതിന് ശേഷം നമ്മൾ ചൂസ് യുവർ സർവീസ് കൊടുക്കുക. ചൂസ് യുവർ സർവീസിൽ ആപ്ലിക്കേഷൻ ഫോർ ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് ഓഫ് ഗ്രേഡ്, പോയിൻറ്റ്സ് ഓർ മാർക്ക് അത് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ ഇതിൽ എന്തൊക്കെയാണോ നമ്മൾ തെറ്റുകൂടാണ്ട് പൂരിപ്പിക്കേണ്ടതെന്നുള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ കറക്റ്റായിട്ട് നോക്കിക്കണ്ട. ഒരു ഫീസ് വരുന്നത് എന്നാന്ന് പറഞ്ഞാൽ 2440. അപ്പോൾ അതിൻ്റെ ഫീസിൻ്റെ കാര്യങ്ങളും എല്ലാം ഇതിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധയോടുകൂടി വായിച്ച് നോക്കി താഴെ ഇതിൻ്റെ അപേക്ഷയാണ് വരുന്നത്. അപ്പോൾ അപേക്ഷ തെറ്റുകൂടാതെ നമ്മൾ അക്കാഡമിക് ഇയേഴ്സ്, ഡിഗ്രി ടൈപ്പ്, അഡ്മിഷൻ ഇയർ, സ്റ്റഡി ടൈപ്പ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, പ്രോഗ്രാം ടൈപ്പ്, രജിസ്റ്റർ നമ്പർ, സ്ട്രീം, റിസൾട്ട്, പബ്ലിക്കേഷൻ, ഈ കാര്യങ്ങൾ, നമ്മുടെ പേര്, കാര്യങ്ങൾ, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പൂരിപ്പിക്കുക. പിന്നീട് വരുന്നത് നമ്മുടെ SLC ബുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യുക. അത് പ്രത്യേകം അവർ പറയുന്നുണ്ട് 500 KB കൂടാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഫയലിൻ്റെ സൈസ് 500 KB ആക്കി ഇതിൽ അപ്ലോഡ് ചെയ്യുക. പിന്നെ ഇതിൽ ഗ്രേഡ് 1, കാർഡ്, പേജ് 1, മാർക്ക് ലിസ്റ്റാണ് ഇതിൽ SLC ബുക്ക്. പിന്നെ നമ്മളിപ്പോൾ ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചതിൻ്റെ ഓരോ ഇയറിലെ മാർക്ക് ലിസ്റ്റും, പിന്നെ ഒറിജിനൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും, പിന്നെ ഇതിൽ ടിക്ക് അടിച്ചിട്ട് രജിസ്റ്റർ കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്കാണ് പോകുന്നത്. പേയ്മെൻറ്റ് അടിച്ച് ഒരു 7 to 14 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് ട്രാൻസ്ക്രിപ്റ്റ് കിട്ടും. എല്ലാവർക്കും, വിദേശത്ത് പഠിക്കാൻ പോകുന്നവർക്കും ജോലിക്ക് പോകുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ, കൃത്യതയോടുകൂടി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.